2016 തൃശൂരിലെ കണിമംഗലത്ത് 180 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഹൈറിച്ച് എന്ന സ്ഥാപനം 1000 കോടിയോളം വാർഷിക വരുമാനമുള്ള ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയായി വളർന്നതും ജീവിത പ്രതിസന്ധിയിൽ തളർന്നുപോയ ഒരു സാധാരണ പെൺകുട്ടി പാലയ്ക്കൽ കാട്ടൂക്കാരൻ വീട്ടിൽ ശ്രീന പ്രതാപൻ എന്ന ബിസിനസ് മാഗ്നറ്റ് ആയതുമെല്ലാം കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിലാണ്. ശ്രീനയുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ കണ്ണുനീരിന്റെ കൈപ്പുരസത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ആർക്കിടെക്ട്, ഓൺലൈൻ സംരംഭക, സാമൂഹിക പ്രവർത്തക, മോഡൽ എന്നിവയിൽ നിന്ന് 2020 മിസ്സിസ് കേരള വരെ എത്തിയത് ഒരു സിനിമാ കഥ പോലെ ത്രില്ലിംഗ് ആയിട്ടായിരുന്നു. ആരെയും അമ്പരപ്പിക്കുന്ന വളർച്ച. ഇതിനെല്ലാം പിന്നിൽ സ്വന്തം കഠിനാധ്വാനം മാത്രമാണെന്ന് വാതോരാതെ പറഞ്ഞ് മാധ്യമങ്ങളിൽ ഫീച്ചറുകൾ വന്നു. സമ്പാദിക്കുന്നതിന്റെ നേർപകുതി ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന വിശാല മനസ്ക, നിരവധി പേർക്ക് ചികിത്സാ സഹായം, വൃക്കരോഗികൾക്ക് ഡയാലിസിസ്, പാവങ്ങൾക്ക് വീട്, പെൺമക്കളെ വിവാഹം കഴിച്ചയക്കാൻ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ട സഹായങ്ങൾ, ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം, പെൺകുട്ടിയെ ദത്തെടുത്തു നോക്കുന്നു, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മദർ തെരേസ പുരസ്കാരം, ശ്രേഷ്ഠ വനിതാ പുരസ്കാരവും, യങ്ങസ്റ്റ് ബിസിനസ് വുമൺ ഓഫ് ഇന്ത്യ ഇൻഡോർ ബിസിനസ് എക്സലൻസ് അവാർഡും, ലാക്മെ ഫാഷൻ വീക്കിൽ സെലക്ഷനും, മിസ്സിസ് കേരളയുമെല്ലാം കൈവെള്ളയിൽ. അവസാനം മട്ടാഞ്ചേരി മ്യൂസിക് ക്ലബ് എന്ന ആദ്യ ബിഗ് ബഡ്ജറ്റ് സിനിമ HR പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പുറത്തിറങ്ങാനിരിക്കുമ്പോഴാണ് മിസ്സിസ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ഭർത്താവിനൊപ്പം EDയുടെ കൺമുന്നിലൂടെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് പോയത്. 1000 കോടിയോളം വാർഷിക വരുമാനമുള്ള ഹൈറിച്ച് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മേധാവിയായ ശ്രീനയ്ക്ക് പിന്നാലെ GST വകുപ്പും പോലീസും EDയും എത്തിയിരിക്കുകയാണ്. കണ്ടുകെട്ടിയത് 212 കോടി. 21 വയസ്സുള്ളപ്പോൾ ഭർത്താവ് ജോലി ചെയ്ത ധനകാര്യ സ്ഥാപനത്തിലുണ്ടായ പ്രതിസന്ധിയാണ് ശ്രീനയുടെ ജീവിതം മാറ്റിമറിച്ചത്. ഭർത്താവ് KD പ്രതാപൻ ജോലി ചെയ്തിരുന്ന കമ്പനി ലീഗൽ പ്രശ്നങ്ങളുടെ പേരിൽ പൂട്ടേണ്ടി വന്നു. 4-5 പാർട്ട്ണർമാർ ഒരുമിച്ച് നടത്തിയ കമ്പനിയായിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടി കൊടുത്ത കേസിനെ തുടർന്നുണ്ടായ സർക്കാർ ഇടപെടലിൽ ട്രേഡിംഗ് കമ്പനി പൂട്ടി. 1.5 കോടി രൂപയ്ക്ക് മുകളിൽ കടം വന്ന് ജീവിതം വഴിമുട്ടി. ശ്രീന അന്നൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ആർക്കിടെക്റ്റായി ജോലി ചെയ്തിരുന്നു. കടം പെരുകിയതോടെ പണം കൊടുക്കാനുള്ളവർ ദിവസവും വീട്ടിൽ വന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങി. പലരും കേസ് കൊടുത്തതോടെ ഭർത്താവ് ജയിലിലായി. ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്ന് ശ്രീനയെ പുറത്താക്കി. പതിവ് പോലെ കടക്കാരുടെ ശല്യം തുടർന്നു. ഒരാൾ വീട്ടിൽ വന്ന് ബഹളം വെച്ചു. കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ശ്രീനയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3.5 പവന്റെ താലിമാലയിലായിരുന്നു അയാളുടെ കണ്ണ്. മാല ആവശ്യപ്പെട്ടപ്പോൾ ശ്രീന ഊരിക്കൊടുത്തു. പക്ഷേ അതിൽ കൊരുത്ത താലി മാത്രം ശ്രീന അയാളോട് തിരികെ ആവശ്യപ്പെട്ടു. 1/2 പവന്റെ കാശ് പോവില്ലേ എന്ന് പറഞ്ഞ് അയാളത് തന്നില്ല. കെട്ടുതാലി നഷ്ടപ്പെട്ട വേദന താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ജീവനൊടുക്കാൻ ശ്രമിച്ച ശ്രീനയെ അച്ഛൻ കണ്ടതിനാൽ രക്ഷിച്ചു. ദേഷ്യത്തിൽ മുഖത്തടിച്ചെങ്കിലും അച്ഛൻ ആശ്വസിപ്പിച്ചു, ധൈര്യം നൽകി. അങ്ങനെ 1.5 കോടിയുടെ കടം വീട്ടാൻ വീടുകൾ പണിതു നൽകാൻ തീരുമാനിച്ചു. 2016 തൃശൂരിലെ കണിമംഗലത്ത് 180 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങിയ ഹൈറിച്ച് അതിവേഗം വളർന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി പരിമിതമായ അളവിൽ പലവ്യഞ്ജനങ്ങളും മറ്റും കച്ചവടം ചെയ്ത് ഇന്ത്യയിലെ ആദ്യ മൾട്ടി ലെവൽ മർച്ചന്റൈൻ കമ്പനിയായ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ തുടങ്ങി. പിന്നെ ഇന്ത്യയിലുടനീളം സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായി. 1,50,00,000 ഉപഭോക്താക്കളുള്ള ഹൈറിച്ച് ഗ്രൂപ്പിന്റെ CEO ആയി ശ്രീന. കേവലം 800 രൂപയിൽ ബിസിനസ് ആരംഭിക്കാമെന്നാണ് ഹൈറിച്ചിന്റെ വാഗ്ദാനം. മുടക്കുന്ന 800 രൂപയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ലഭിക്കും. പിന്നീട് 2 പേരെ ചേർക്കാം. ചങ്ങല വലുതാവുന്നതിനനുസരിച്ച് വരുമാനവും ലഭിച്ചു തുടങ്ങും. ഇതിനൊപ്പം ഹൈറിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ചങ്ങലയിൽ താഴെയുള്ളവർ സാധനങ്ങൾ വാങ്ങുമ്പോൾ മുകളിലുള്ളയാൾക്ക് കമ്മീഷൻ ലഭിക്കും. റോയൽറ്റി, ക്യാഷ് റിവാർഡ്, ടൂർ പാക്കേജ്, ബൈക്ക്, കാർ ഫണ്ട്, വില്ല ഫണ്ട് തുടങ്ങിയ നിരവധി ഓഫറുകൾ നൽകിയാണ് കമ്പനി ആളുകളെ ആകർഷിച്ചത്. നിലവിൽ 600ഓളം സൂപ്പർ മാർക്കറ്റുകളും 1,57,00,000 ഉപഭോക്താക്കളും തങ്ങൾക്കുണ്ടെന്നാണ് കമ്പനി CEO ശ്രീന അവകാശപ്പെടുന്നത്. ആക്ഷൻ OTT എന്ന പ്ലാറ്റ്ഫോം വിലക്കെടുത്താണ് ഹൈറിച്ച് OTT എന്ന പേരിൽ കമ്പനി OTT പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. നിരവധി ചിത്രങ്ങൾ ഇതിലൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമാ നിർമ്മാണവും കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ഹൈറിച്ചിന്റെ ചങ്ങലക്കണ്ണികൾ പടർന്നിട്ടുണ്ട്. ഫാം സിറ്റി, ക്രിപ്റ്റോ കറൻസി, സൂപ്പർ മാർക്കറ്റുകൾ, HR OTT, HR സ്യൂട്ടിംഗ്, HR മാട്രിമോണി, സ്മാർട്ട് ടെക് IT കമ്പനി, HR പ്രൊഡക്ഷൻസ് എന്നിവ എല്ലാം കൂൺ പോലെ മുളച്ചു പൊന്തി. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം 126 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ GST വകുപ്പ് കണ്ടെത്തി. കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പാകാൻ സാധ്യതയുണ്ടെന്നും ക്രിപ്റ്റോ കറൻസി ഇടപാടടക്കം നിരവധി അനുബന്ധ സ്ഥാപനങ്ങളും കമ്പനിക്കുണ്ടെന്നും പോലീസ് റിപ്പോർട്ട് വന്നു. അങ്ങനെ പ്രതാപനും ശ്രീനയും മുങ്ങി. മുങ്ങാൻ സഹായിച്ചവരിൽ ഉന്നത പോലീസുകാരും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടെന്ന് ED പറയുമ്പോൾ ഇനി കേരളം കേൾക്കാനിരിക്കുന്നത് വൻ തട്ടിപ്പിന്റെ, പകൽ കൊള്ളയുടെ കഥ തന്നെയാകും.